വിക്ടർ വിക്ടിം ബ്ലീഡ്സ്. വേട്ടക്കാരനും വേട്ടയാടപ്പെടുന്നവനും ഒരുപോലെ മരണത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വരും. യെസ്, മെറ്റഫറും മെറ്റണമിയും ഓക്സിമറോണും പേഴ്സോണിഫിക്കേഷനും അലിട്രേഷനും എല്ലാമുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു പോമാണ് ജെയിംസ് ഷേർലി എഴുതിയിട്ടുള്ള ഡെത്ത് ദ ലെവലർ. ഡെത്ത് ദ ലെവലർ, മരണം എല്ലാത്തിനെയും ലെവൽ ചെയ്യുന്നു അല്ലെങ്കിൽ സമമാക്കുന്നു എന്നാണ് ഈ ഒരു പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റാൻസ നമ്മൾ നോക്കുകയാണെങ്കിൽ, ദ ഗ്ലോറീസ് ഓഫ് എ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ്, നിങ്ങളുടെ ജനനം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു മഹത്വവും ആർ ഷാഡോസ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്, അതൊക്കെ ഷാഡോസ് ആണ് എന്ന് പറയുമ്പോൾ അതൊന്നും റിയൽ അല്ല, അതെല്ലാം സബ്സ്റ്റാൻഷ്യൽ തിങ്സ് ആണ് എന്ന് വെച്ചാൽ അതൊന്നും കനപ്പെട്ട കാര്യങ്ങളല്ല, കാര്യമുള്ള കാര്യങ്ങളല്ല, വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ദർ ഇസ് നോ ആർമർ അഗെയിൻസ്റ്റ് ഫേറ്റ് എന്ന് വെച്ചാൽ മരണത്തിന് മുമ്പേ അല്ലെങ്കിൽ മരണത്തിന് മുന്നിൽ നിങ്ങളെ ഒരു പടച്ചട്ടയ്ക്കും സഹായിക്കാൻ സാധിക്കുകയില്ല. ആർമർ എന്ന് പറയുമ്പോൾ ഒരു പടച്ചട്ടയ്ക്കും നിങ്ങളെ മരണത്തിന് മുമ്പിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുകയില്ല. ഡെത്ത് ലേസ് ഇസ് ഹൈസി ആൻഡ് ഓൺ കിങ്സ് സെപ്ചർ ആൻഡ് ക്രൗൺ. ഡെത്ത് ലേസ്, മരണം അതിൻ്റെ തണുത്ത കൈകൾ ഏത് രാജാവിൻ്റെ പുറത്ത് വെക്കാനും ധൈര്യം കാണിക്കുമെന്നാണ് പറയുന്നത്. ഈ മരണം എന്ന് പറയുന്നത് ജീവനില്ലാത്ത ഒരു വസ്തുവാണ്. അതിൻ്റെ കൈകൾ ഒരു രാജാവിൻ്റെ തോളത്ത് വെക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു പോയറ്റിക് ഡിവൈസ് ആണ്. യെസ്, അത് പേഴ്സോണിഫിക്കേഷൻ ആണ്. തണുത്ത കൈകൾ എന്ന് പറയുമ്പോൾ മരണത്തിനെപ്പോഴും ഒരു തണുപ്പാണെന്നാണ് പറയപ്പെടാറ്. സോ മരണം അതിൻ്റെ തണുത്ത കൈകൾ ആരുടെ മേലെയും വെക്കാം. സെപ്ചർ ആൻഡ് ക്രൗൺ. സെപ്ചർ ആൻഡ് ക്രൗൺ ഇത് രണ്ടും മെറ്റണമിയാണ്. എന്ന് വെച്ചാൽ അതൊരു സിംബോളിസ് അല്ലെങ്കിൽ ഒരു കാര്യത്തെ, ഒരു അധികാരത്തെ സൂചിപ്പിക്കുന്നു, രാജാവിനെ സൂചിപ്പിക്കുന്നു, അതോറിറ്റിയെ സൂചിപ്പിക്കുന്ന രണ്ട് ചിഹ്നങ്ങളാണ്. ഈ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കതിനെ മെറ്റണമി എന്ന് പറയാം. സോ അധികാരത്തിൻ്റെ ചിഹ്നങ്ങളായിട്ടുള്ള സെപ്ചർ, അതുപോലെ തന്നെ ക്രൗൺ, ഇതെല്ലാം കിരീടവും ചെങ്കോലുമെല്ലാം മസ്റ്റ് ടംബിൾ ഡൗൺ. ടംബിൾ മീൻസ് ഫോൾ ഡൗൺ. അതെല്ലാം താഴേക്ക് വീഴുക തന്നെ ചെയ്യും. ആൻഡ് ഇൻ ദ ഡസ്റ്റ് ബി ഈക്വൽ മെയ്ഡ്. അത് മണ്ണിൽ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും കൂടെ, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം, എല്ലാത്തിൻ്റെയും കൂടെ അത് സമമായി മാറുക തന്നെ ചെയ്യും. ഏതിൻ്റെ കൂടെ? വിത്ത് ദ പുവർ ക്രൂക്ക്ഡ് സൈത്ത് ആൻഡ് സ്പെയ്ഡ്. പാവപ്പെട്ടവൻ്റെ, പാടത്ത് പണിയെടുക്കുന്നവൻ്റെ സ്പെയ്ഡ്, കൈക്കോട്ടിൻ്റെയും അല്ലെങ്കിൽ തൂമ്പായുടെയും, അതുപോലെ തന്നെ സൈത്ത് അല്ലെങ്കിൽ നമ്മുടെ അരിവാളിൻ്റെയും ഒക്കെ കൂടെ ഇതും രാജാവിൻ്റെ അധികാരത്തിൻ്റെ ചിഹ്നങ്ങളായിട്ടുള്ള ചെങ്കോലും കിരീടവും ഡസ്റ്റിന് സമമായി മാറുക തന്നെ ചെയ്യും എന്നാണ് പോയറ്റ് ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത്. സോ നമുക്ക് പിന്നെയും മെറ്റണമി കാണാൻ സാധിക്കും. സ്പെയ്ഡും സൈത്തും എന്ന് പറയുന്നത് പുവർ പീപ്പിളിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ആളുകളെയോ അല്ലെങ്കിൽ ആ ഒരു ലാഡറിൽ ഏറ്റവും താഴെ വരുന്ന ആളുകളെയോ സൂചിപ്പിക്കുന്നതുകൊണ്ട് നമുക്കിവിടെയും മെറ്റണമി എന്ന് പറയാം. ജെയിംസ് ഷേർലിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു പോയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസയാണ് നമ്മളിപ്പോൾ കണ്ടത്. സോ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പോയറ്റിക് ഡിവൈസസ് ആണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ ഇന്നർ മീനിങ് ആണെങ്കിലും ഒക്കെ. സോ ഇത് നമുക്ക് ഉറപ്പായും എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ പോയത്തെയും അപ്രോച്ച് ചെയ്യേണ്ടത്. ലൈൻ ബൈ ലൈൻ, വേർഡ് ബൈ വേർഡ് നമ്മൾ പഠിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ സൈലം അഗ്നി ബാച്ചിൽ നടക്കുന്നത്. സോ നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്യാത്ത ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ അറിയിക്കുക. ഇപ്പോൾ കറക്റ്റ് സമയമാണ്. കാരണം ഇപ്പോൾ നമ്മൾ വിദ്യാരംഭത്തിൻ്റെ ഭാഗമായിട്ട് 15% ഓഫ് നിങ്ങൾക്ക് ഫീസിൽ കിട്ടും. ആൻഡ് ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ജോയിൻ നൗ.